നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. പാകിസ്ഥാനിലെ ഗ്വാദർ തുറമുഖത്തുകൂടെ കടന്നുപോകുന്ന ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിക്ക് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് ഇറാനിലെ ചബഹാർ തുറമുഖത്തിന്റെ ദീർഘകാല നടത്തിപ്പ് ഇന്ത്യക്ക് കൈമാറി ഇറാൻ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ കുതിപ്പ് നൽകാൻ പോകുന്ന ഈയൊരു നടപടി ലോകശക്തി എന്ന നിലയ്ക്ക് ഇന്ത്യയുടെ വളർച്ചയുടെ വേഗം പല ഇരട്ടികളാക്കാൻ പോകുന്നതാണ്. ഭൂമിശാസ്ത്രപരമായി ഇന്ത്യയെ റഷ്യയുമായും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുമായി ബന്ധിപ്പിക്കാൻ ലക്ഷ്യം വെച്ചുള്ളതാണ് ഇറാനിൽ സ്ഥിതി ചെയ്യുന്ന ചബഹാർ തുറമുഖം. പാകിസ്ഥാൻ കര വ്യോമ ഗതാഗതങ്ങൾക്ക് പലപ്പോഴും വിലക്ക് കൽപ്പിക്കുന്നതിനാൽ ഇന്ത്യക്ക് റഷ്യയിലേക്കും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും എത്തുവാൻ വലിയ ദൂരം സഞ്ചരിക്കേണ്ടി വരുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഒഴിവായിരിക്കുന്നത്. ചബഹാർ ഒരു തുറമുഖം മാത്രമല്ല, കടൽ, റെയിൽ, കര ഗതാഗതം എന്നിവയുടെ സംയോജനത്തിലൂടെ കര അതിർത്തിയാൽ ചുറ്റപ്പെട്ട മധ്യേഷ്യൻ രാജ്യങ്ങളെ ആഗോള വിപണികളുമായി ബന്ധിപ്പിക്കുന്ന ഒരു ഗതാഗത കേന്ദ്രമായി മാറ്റാനും ലക്ഷ്യം വെക്കുന്നുണ്ട്. ചബഹാർ തുറമുഖത്തിന്റെ വികസനത്തിലും നടത്തിപ്പിലും നിലവിൽ തന്നെ ഒരു പ്രധാന പങ്കാണ് ഇന്ത്യ വഹിക്കുന്നത്. തുറമുഖത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഇന്ത്യൻ സർക്കാർ നിക്ഷേപം നടത്തുകയും അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യേഷ്യയിലേക്കും പോകുന്ന ഇന്ത്യൻ ചരക്കുകൾക്കുള്ള ഗതാഗത മാർഗമാക്കി മാറ്റുന്നതിനായി അതിന്റെ സൗകര്യങ്ങൾ നവീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിലൂടെ സൈനിക തലത്തിലും സാമ്പത്തിക തലത്തിലും വലിയ പ്രാധാന്യമാണ് ചബഹാർ തുറമുഖത്തിന്റെ നിയന്ത്രണം ഇന്ത്യക്ക് ലഭിക്കുന്നതിലൂടെ നമുക്ക് കരസ്ഥമാവുന്നത്. സൈനികമായി പരിശോധിക്കുകയാണെങ്കിൽ ചൈനയുടെ നേതൃത്വത്തിൽ ഏഷ്യ പസഫിക് മേഖലകളിൽ അധികാരത്തിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ ചബഹാർ തുറമുഖത്തിന് വലിയ ഭൗമരാഷ്ട്രീയ പ്രാധാന്യമാണുള്ളത്. ഇത് ഇന്ത്യക്ക് ഇറാനിൽ ഒരു സാന്നിധ്യവും മേഖലയിൽ ചൈനയുടെ സ്വാധീനത്തെ ചെറുക്കാനുള്ള കഴിവും നൽകുന്നു. പ്രത്യേകിച്ച് ലോകം മുഴുവൻ നിയന്ത്രിക്കാൻ അവർ കോപ്പുകൂട്ടുന്ന ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിന്റെ പശ്ചാത്തലത്തിൽ. അതേസമയം സാമ്പത്തികമായി നോക്കുമ്പോൾ കരയാൽ ചുറ്റപ്പെട്ട മധ്യേഷ്യൻ രാജ്യങ്ങൾക്ക് വ്യാപാര ബന്ധങ്ങൾക്കും ഇന്ത്യൻ ചരക്കുകൾ അഫ്ഗാനിലേക്കും റഷ്യയിലേക്കും യൂറോപ്പിലേക്കും കയറ്റുമതി ചെയ്യുവാൻ ഒരു പ്രധാന കേന്ദ്രമായി ചബഹാർ പ്രവർത്തിക്കും. ചബഹാർ തുറമുഖത്തെ അഫ്ഗാനിസ്ഥാനിലേക്കും പിന്നീട് മധ്യേഷ്യയിലേക്കും ബന്ധിപ്പിക്കുന്ന ചബഹാർ സഹേദാൻ റെയിൽവേ ലൈനിന്റെ വികസനത്തിൽ ഇന്ത്യയാണ് വലിയ നിക്ഷേപങ്ങൾ നടത്തിയത്. ഈ അടിസ്ഥാന സൗകര്യ പദ്ധതി പ്രാദേശിക കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുകയും മേഖലയിലെ രാജ്യങ്ങൾക്കിടയിൽ സാമ്പത്തിക ഏകീകരണം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും ഇറാനെ വലിയ രീതിയിൽ എതിർക്കുമ്പോഴും ഇന്ത്യ ഇറാനെതിരെ കടുത്ത തീരുമാനങ്ങൾ ഒന്നും എടുക്കാത്തതിന് കാരണവും ഈ സവിശേഷ പ്രാധാന്യമുള്ള തുറമുഖം കാരണമാണ്. ഇപ്പോൾ ദീർഘകാലത്തേക്ക് ചബഹാർ തുറമുഖത്തിന്റെ നടത്തിപ്പ് ഭാരത സർക്കാരിന് ലഭിച്ചതിലൂടെ വികസനത്തിലേക്കുള്ള വലിയൊരു പാതയാണ് ഇന്ത്യ വെട്ടിത്തുറന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.